ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള കൽമാസുമായിട്ടാണ്. ഇത് ചിക്കൻ ഫില്ലിംഗ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 5-6 കഷ്ണം എല്ലില്ലാത്ത ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. ഇതൊരു 300-350 ഗ്രാമോളം വരും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പ്രഷർ കുക്കറിലാണെങ്കിൽ ഒരു 2 വിസിൽ കേൾപ്പിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് ഒരു 15-20 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി കൽമാസ് ഉണ്ടാക്കാനായിട്ട് മാവ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു 1.5 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പോ അരിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ അരിപ്പൊടിയിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങയും അതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി, ചുമന്നുള്ളി ചെറുതായിട്ട് മുറിച്ചതും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ആ ചതച്ചെടുത്തതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ അത് നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നല്ല തിളച്ച ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുഴച്ച് വാട്ടിയെടുക്കണം. നമ്മൾ അരിപ്പത്തിരി ഉണ്ടാക്കാൻ ചെയ്യുന്നത് കണക്ക് തിളച്ച വെള്ളത്തിലേക്ക് മാവിട്ട് വാട്ടിയെടുക്കണ്ട. ഇതുപോലെ മാവിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മതി. നമുക്കിതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ടൊരളവ് പറയാൻ പറ്റത്തില്ല. ഞാനിവിടെ ഒരു 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 കപ്പ് അരിപ്പൊടിയായിരുന്നു എടുത്തത്. അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്ന അരിപ്പൊടി അനുസരിച്ചിട്ടായിരിക്കും അതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഉണ്ടാവുക. ഓരോ അരിപ്പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ കയ്യിലൊട്ടാത്ത വിധത്തിൽ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. ഒരുപാട് വെള്ളമായി പോവരുത്. കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടാകുമ്പോൾ കൈകൊണ്ടൊരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം. അപ്പോൾ ഇത് പച്ചരി കുതിർത്തിട്ട് അത് മിക്സിയിൽ അരച്ചെടുത്തിട്ടും കൽമാസ് ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ അരിപ്പൊടി വെച്ചിട്ട് ചെയ്ത രീതിയാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതി. ഈ ഒരു വിധത്തിൽ സോഫ്റ്റാക്കി എടുത്താൽ മതി. ഇനി ഇത് നമ്മളിപ്പം ഇതിന് വേണ്ടുന്ന മസാല റെഡിയാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് തുറന്ന് വെക്കാതെ ഒന്ന് അടച്ച് വെക്കണം. തുറന്നിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അടച്ച് വെച്ചേക്കാം. അതിനുശേഷം ഇതിന് വേണ്ടുന്ന മസാല റെഡിയാക്കി എടുക്കാം. പാൻ നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്കൊരു 3 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം. ഒരുപാട് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്നും വഴറ്റിയെടുക്കണ്ട. ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു വിധത്തിലൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, അത് നമ്മൾ കൈകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പിച്ചി ഇട്ട് എടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കൈകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി ചിക്കൻ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എരിവിന് നമ്മൾ കുരുമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ എരിവിന് ഇതിൽ ചേർക്കുന്നത്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ അളവ് കൂട്ടിയോ കുറച്ചോ ഒക്കെ കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ആക്കിയ ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി യോജിപ്പിച്ച ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി കൽമാസ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ മാവ് നമ്മൾ അടച്ച് വെച്ചിരുന്നത് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് വെള്ളം നനച്ചൊന്ന് കുഴച്ചെടുത്താൽ മതി. അതിനുശേഷം 2 കൈയിലും കുറച്ച് എണ്ണ തടവിയ ശേഷം ഇതുപോലെ ഒരു ചെറിയ ബോളിനുള്ള മാവ് എടുക്കുക. നമ്മൾ വലിയ കൽമാസ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മാവ് എടുക്കുക. ചെറിയ കൽമാസ് മതിയെങ്കിൽ ചെറിയ ബോൾ മാവ് എടുക്കുക. അപ്പം ഞാനിത് കയ്യിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഒരുപാട് തിന്നുമായി പോകരുത്, അതേപോലെ തന്നെ ഒരുപാട് തിക്കും ആവരുത്. ഈ ഒരു അളവിന് തന്നെ പരത്തിയെടുത്താൽ മതി. ഇത്രയും തന്നെ തിക്നെസ്സിൽ പരത്തിയെടുത്താൽ മതി. തീരെ തിന്നായി പോയാൽ കൽമാസ് പൊട്ടിപ്പോകും. തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ മാവിൻ്റെ ഒരു ഇതായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. അതത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ഒരു അളവിന് പരത്തിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ഫില്ലിങ് വെച്ച് കൊടുക്കാം.
മസാല അത്യാവശ്യം നന്നായിട്ട് തന്നെ വെക്കണം. അതിന് പിശുക്കൊന്നും വിചാരിക്കേണ്ട. മസാല ഇരിക്കുന്നതനുസരിച്ചിട്ടാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. മസാല കുറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ അതിൽ മാക്സിമം കൊള്ളാവുന്നത്ര മസാല വെക്കുക. വെച്ച ശേഷം ഇതിങ്ങനെ ഒന്ന് സൈഡ് കൊണ്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ സൈഡ് ചേർത്തൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ രണ്ടറ്റത്തും ചേർത്ത് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒട്ടിച്ചത് വിട്ടു പോകാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുപോലെ കൈക്കുള്ളിൽ വെച്ചിട്ട് ഈ രീതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കി എടുക്കാം. ശരിക്കുള്ള കൽമാസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം അതുപോലെ ആക്കിയെടുക്കാം. വട്ടത്തിന് വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കൽമാസ് ആക്കിയെടുക്കേണ്ടത്. ഒരെണ്ണവും കൂടി ഒന്ന് കാണിച്ചു തരാം. നമ്മൾ കുറച്ചും കൂടി ഒരു ചെറിയ ബോളായിട്ടാണ് ഇനി ചെയ്യുന്നത്. ഇത് അത്യാവശ്യം വലുപ്പത്തിനാണുള്ളത്. അപ്പോൾ ഇച്ചിരി കൂടി കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാവ് എടുത്തിട്ട് ചെറിയ ബോളായിട്ടൊന്ന് ചെയ്യാം. കയ്യിൽ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മാവ് തിക്നെസ് കൂടി പോകരുത്. തിക്നെസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യത്തില്ല. അതേപോലെ തിന്നായി കഴിഞ്ഞാൽ പൊട്ടിപ്പോവുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല വെച്ച് കൊടുത്ത ശേഷം വീണ്ടും പഴയതുപോലെ തന്നെ സൈഡൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും വിട്ടു പോവുകയാണ്, ഹോള് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് മാവ് വെച്ചൊന്ന് ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എങ്ങും വിട്ടു പോകാത്ത രീതിയിൽ, ഒട്ടും പൊട്ടിപ്പോകാത്ത രീതിയിൽ ആക്കിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാതും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാ കൽമാസും ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 15 എണ്ണത്തോളം നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു കൽമാസിനുള്ള മാവ് ബാക്കി ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്കുള്ള ഫില്ലിങ് തികഞ്ഞിട്ടുണ്ടായില്ല. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾ സാധാരണ ഏത് പാത്രത്തിലാണോ ആവി കയറ്റാറുള്ളത് അതിലേക്ക് വെച്ചിട്ട് ആവി കയറ്റി എടുത്താൽ മതി. ഞാനിവിടെ ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചിട്ടാണ് ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതിലേക്ക് എണ്ണ തടവിയിട്ട് വെച്ചാലും മതി. അപ്പോൾ കുഴി ആയതുകൊണ്ട് അതിലേക്ക് വെക്കുമ്പോൾ സൈഡ് പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാഴയില വെച്ച് കൊടുത്തത്. വാഴയിലയിൽ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ വാഴയില വെച്ചിട്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് എണ്ണ തടവിയ ശേഷം വെച്ച് ചെയ്യുക. ഇത് നമുക്ക് ബാക്കി വന്ന മാവാണ്. അതും ഞാൻ ഇതിലേക്ക് ഷേപ്പ് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ചെറിയ ഉള്ളി ജീരകമൊക്കെ ചേർത്തിട്ട് ആക്കിയെടുത്തതല്ലേ, അതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി മുകളിലെ തട്ടിലേക്കും കൂടി ബാക്കിയുള്ള കൽമാസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിത് വെക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡൊക്കെ ഒടിഞ്ഞു പോകാത്ത രീതിയിൽ നേരെ തന്നെ വെച്ച് കൊടുക്കുക. എങ്ങനെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ വെന്ത് വരുന്ന സമയത്ത് അതിൻ്റെ സൈഡൊക്കെ ഒടിഞ്ഞു പോകാനുള്ള പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു 15-20 മിനിറ്റ് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അങ്ങനെ ഒരു 20 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പരിപാടിയും കൂടി ബാക്കിയുണ്ട്. അതിനായിട്ട് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അതിലേക്ക് ഒരു ശകലം വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ മീനിനൊക്കെ മസാല പുരട്ടാനാക്കി എടുക്കുന്നത് പോലെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ മസാല എത്രത്തോളം വേണോ അതനുസരിച്ചിട്ട് ഈ ബാറ്ററിൻ്റെ തിക്നെസ് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കുക. നല്ല തിക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ കൽമാസിൽ നന്നായിട്ട് മസാല കോട്ട് ചെയ്യും. കുറച്ച് വെള്ളം ചേർത്ത് കുറച്ചും കൂടി ലൂസാക്കി എടുക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് കുറവ് മാത്രമേ കോട്ട് ചെയ്യുള്ളൂ. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത്രയും മതി, ഒരുപാട് എണ്ണയൊന്നും വേണ്ട. ഈ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട്. ഇനി ഓരോ കൽമാസായിട്ട് നമുക്ക് ഈ ഒരു മസാലയിലേക്ക് പുരട്ടി കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സ്പൈസി ആയിട്ടൊക്കെ തോന്നും. നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ എരിവ് വളരെ കുറവാണ്. പിന്നെ നമ്മൾ ഈ മസാല ഇങ്ങനെ പുരട്ടിയിട്ട് ഓയിലിലേക്ക് ഇടുമ്പോൾ കുറച്ച് മസാലയൊക്കെ ആ ഒരു ഓയിലിൽ അങ്ങ് പോകും. അപ്പോൾ അത്രയും ഒരു സ്പൈസിനെസ് ഉണ്ടാവത്തില്ല. ഇനി ഇത്രയും മസാല വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബാറ്ററിന് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇത് ഓയിലിലിട്ട് ഒരുപാട് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ പുറത്തെ മസാല ഒന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. അപ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചും പൊട്ടാതെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാൻ എല്ലാ കൽമാസും ഇതുപോലെ ഫ്രൈ ചെയ്യുന്നില്ല. പകുതി മാത്രമേ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. ബാക്കി പകുതി കുട്ടികൾക്കായിട്ട് ഫ്രൈ ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ ആ മുക്കിയെടുക്കുന്ന സമയത്ത് ഒരുപാട് മസാല ഉണ്ടായിരുന്നെങ്കിലും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ മസാല അതിൻ്റെ പുറത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ആ എണ്ണയിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബാച്ച് ഇടുന്നതിന് മുന്നേ മസാല കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വേറെ എണ്ണ ഒഴിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമ്മൾ ബാക്കി വന്ന ആ മാവ് കൊണ്ട് പരത്തി എടുത്തിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അതും നമ്മൾ മസാല പുരട്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്.
ഇത് നമ്മൾ മസാലയൊന്നും പുരട്ടാതെ ഫ്രൈ ചെയ്യാതെ കുട്ടികൾക്കായിട്ട് മാറ്റി വെച്ചതാണ്. ഇതിനും നല്ല ടേസ്റ്റാണ്. വേറൊരു വെറൈറ്റി ടേസ്റ്റാണ് ഫ്രൈ ചെയ്തെടുത്തതിന്. രണ്ട് രീതിയിലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണുന്നതിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.